ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലൂബെറി കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡ്രൈഡ് ബ്ലൂബെറി ആണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബ്ലൂബെറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ക്രഷ് തയ്യാറാക്കാൻ പോവുകയാണ്. ബ്ലൂബെറിയുടെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു സോസ് പാനിൽ ചെറുതായിട്ട് അരിഞ്ഞ് ബ്ലൂബെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗ ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ബ്ലൂബെറിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ മുഴുവൻ വെള്ളം വറ്റണ്ട കേട്ടോ, കുറച്ച് വെള്ളം അതിൽ നിന്നോട്ടെ. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ജാർ അടച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ബോട്ടിൽ വാങ്ങിക്കുന്നത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള ബേക്കിംഗ് സോഡയും 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ഒന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ച് വലിയൊരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ പൊടിച്ചതൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് അരിച്ചെടുത്തിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അരിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനും ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്ലൂബെറിയുടെ ക്രഷും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബ്ലൂബെറിയുടെ ക്രഷും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ബ്ലൂബെറിയുടെ ക്രഷ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുത്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേക്കിനെ 3 ലെയറാക്കി എടുക്കാം. അപ്പോൾ കേക്കിനെ നമ്മളിവിടെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഐസിങ് ചെയ്യാം. കേക്ക് ബോർഡിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം അതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുക്കാം. ഈ ഷുഗർ സിറപ്പിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലൂബെറിയുടെ ക്രഷ് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ അത്യാവശ്യം ബ്ലൂബെറിയുടെ ക്രഷ് കേക്കിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെയറിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് ബ്ലൂബെറിയുടെ ക്രഷ് ഇട്ട് കൊടുത്തിട്ട് ഈ ക്രീമിലൊന്ന് ഇത് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് ബ്ലൂബെറിയുടെ ക്രഷ് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെയും ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിനെ ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, ഇത് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ കേക്കിനെ ഒരു അരമണിക്കൂർ ഫ്രീസറിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ താഴെ ഭാഗത്ത് ഞാൻ ഈ ഒരു കളറിലുള്ള ക്രീമാണ് കേട്ടോ കൊടുക്കുന്നത്. കേക്കിൻ്റെ പകുതി ഹൈറ്റിൽ പർപ്പിൾ കളറിലുള്ള ക്രീം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്തും മുകളിലൊക്കെ വൈറ്റ് ക്രീമാണ് കൊടുക്കുന്നത്. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. മുകൾ ഭാഗം ഫിനിഷിംഗ് ആക്കി കൊടുത്ത ശേഷം സൈഡൊക്കെ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ നന്നായിട്ട് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ ഇതുപോലെ ഒരു ബോർഡറും കൂടെ വരച്ചു കൊടുക്കാം. ഇനി കേക്കിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂബെറിയുടെ ഗ്ലേസ് ജെൽ എടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ കളറോ എസൻസോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ബ്ലൂബെറിയുടെ ഫ്ലേവറിലും കളറിലും ഉള്ള ഒരു ജെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ വില 200 ഗ്രാമിന് 90 രൂപയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് പൈനാപ്പിളിൻ്റെയും മാംഗോയുടെയും സ്ട്രോബെറിയുടെ ഒക്കെ ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഇത്ര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ജെല്ലി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഈ ഒരു ലൂസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡിസൈനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ കേക്കിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഈ ഗ്ലേസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കേക്കിനെ ഫുള്ള് കവർ ചെയ്തെടുക്കുന്ന രീതിയിലും നമുക്ക് ഈ ഒരു ഗ്ലേസ് ഉപയോഗിക്കാം.
അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കേക്കിൻ്റെ സൈഡിൽ ഇതുപോലൊരു ഡ്രിപ്പായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനിങ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്